നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ. നിങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ ലവ് മാരേജ് ആയിരുന്നോ? നാട്ടുകാർ മുഴുവൻ പ്രേമമായിട്ട് കൂട്ടി ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നതാണ്. ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒന്ന് സംസാരിച്ചിട്ട് പോലും അതിനു മുമ്പ് സംസാരിച്ചിട്ട് പോലും ഇല്ല. അങ്ങനെ സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പ്രേമമുള്ള പിന്നെ സാധ്യത. ഒരു കാര്യം പറയാം, ഇത് കണ്ടോണ്ടിരുന്നതുകൊണ്ട് വേറെ പോയി കണ്ടാൽ ഇഷ്ടപ്പെടുകയല്ലോ. നിങ്ങൾ വന്നോണ്ടാണ് ഈ ആൻസർ നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ക്ലിയർ ആയി. ഏറ്റവും കൂടുതൽ തെളിവും കൂടി ഇന്നലെ പുറത്തു വന്നു. അച്ചാച്ചൻ പറയാണ്, ഞങ്ങൾ കാണാനായിട്ടൊന്നും പോയിട്ടില്ല, പെണ്ണ് കാണാനായിട്ടൊന്നും. പക്ഷെ ഞങ്ങൾ നേരത്തെ കണ്ടുകൊണ്ടേ ഇരുന്നത്. അച്ചായൻ പറഞ്ഞ ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം ഇതിനാണ് മുന്നോട്ട് നിൽക്കാൻ കാരണം. അച്ചായന്റെ കല്യാണം എങ്ങനെയോ ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത പോലെ നടന്നില്ല എന്നാ പുള്ളി പറയുന്നത്. പുള്ളിയുടെ മനസ്സിൽ എന്തോ അതിന്റെ ഒരു കഥയുണ്ട്. കാര്യം ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു കുഞ്ഞു യൂട്യൂബ് അത് ഉണ്ടെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഏതോ ഒരു വീഡിയോ ഇട്ട ഒരു സാധനമാണ്. പിന്നെ നടന്നത് ചരിത്രമായി. അച്ചായൻ പല പെണ്ണും കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ ഇവിടെ പല സ്ഥലത്തും കെട്ടിച്ചിട്ടുണ്ട്. ഇവരെ റീമാരേജ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ ഇവരെ വിട്ടുപോയില്ല, ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. അല്ല, അത് മോശമായി. ഇവരെ കുടുംബത്തിൽ നിന്ന് വിരുന്നും വിളിച്ചു. വിരുന്നിനും പോയി. വിരുന്നിന് പോയി. അതടിപൊളി. അടുത്ത ദിവസം ഹൗസ് ബോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓ, ഗിഫ്റ്റ് ആണ്. അതും അടിപൊളിയാണ്. അപ്പൊ വിരുന്ന്, ഹൗസ് ബോട്ട് എന്തൊക്കെയാണ്. ലൂസമ്മയും കണ്ടുമുട്ടി പണ്ടേ മാമോദിസ പ്രായം തൊട്ടേ ഉള്ളറിഞ്ഞേ തമ്മിൽ. ജോജി സിനിമയിലെ ജോജി ചേട്ടനുണ്ടതാണ്, ജോജി മുണ്ടക്കയം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവരിലേക്ക് എത്തുന്നത്. ഇത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കഥയും ഇതിൻ്റെ പിന്നിൽ ഒരു പ്ലാനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും വൈറലായത്. ഈ വീഡിയോയെക്കുറിച്ച് ഇതിൻ്റെ വീഡിയോയിലെ പ്രധാനപ്പെട്ട താരങ്ങളുണ്ട്. ജോണി ചേട്ടനും ലൂസമ്മയും. അവരെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഈ കുടുംബാംഗങ്ങൾ ആരൊക്കെയാണ്, ഈ ജോയി ചേട്ടനും ഇതുമായിട്ടുള്ള ബന്ധം എന്താണെന്നൊക്കെയുള്ള ജോയി ചേട്ടൻ പറയട്ടെ. ജോയി ചേട്ടാ, എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തു ജസ്റ്റ്. ഞങ്ങള് 4 മക്കളാണ് വീട്ടിലുള്ളത്. മൂത്ത ആള് ജോമോന്. അവര് അദ്ദേഹത്തിന്റെ വൈഫ് സിനി ചേച്ചി. ഈ ജോമോൻ ചേട്ടന്റെ പ്രത്യേകത, ജോമോൻ ചേട്ടന്റെ പേരാണ് ജോജിയിലെ ബാബുരാട്ടന്റെ പേര്. ഓ, അടിപൊളി. സിനി ചേച്ചി വൈഫ്. അവർ ലണ്ടനിലാണ്. 2 മക്കളാണ് അവർക്കുള്ളത്. പിന്നെ ജിജി, ആൽഫിയ, രണ്ടാമത്തെ ചേട്ടനും ചേച്ചിയും. അവര് മസ്കറ്റിലാണ്. അവരുടെ 2 മക്കൾ ഇവർ 2 പേരുമാണ്. ഇതാണ് മകൻ, മരുമകള്. അതെ അതെ. മൂന്നാമത്തേത് ഞാനാണ്, ജോജി. ഞാൻ പിന്നെ എന്റെ വൈഫ് ഷർമ്മള്, എന്റെ മക്കള് ജോഹനും. ഇവന് 3 വയസ്സായതേ ഉള്ളൂ.